നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷമുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ എത്തി നിൽക്കുന്നത്, വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിനടുത്ത് ഗാന്ധിപുരത്തിനടുത്ത് പേരൂരെന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു അതിഥി വരികയും അത് കുറച്ച് ടെയിലൊക്കെ വല്ല ഗ്ലാസ്സൊക്കെ വെച്ചിരുന്ന കുറച്ച് വിറകൊക്കെ വെച്ചിരുന്ന ഇടയിൽ ഒന്ന് കയറുകയും ഒരു 5 മിനിറ്റ് അത് തൊട്ടടുത്തുള്ളൊരു മാളത്തിലേക്ക് ഇറങ്ങിയെന്നും പറഞ്ഞാൽ നല്ലൊരു ഹോളിലേക്ക് ഇറങ്ങിയെന്നും പറഞ്ഞാൽ അവർ വിളിച്ചത്. ഞങ്ങളോട് എത്തിയപ്പോൾ എന്തായാലും അത് ആ ഹോളിലേക്ക് പോയി. പിന്നെ ഈ ഗാന്ധിപുരത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശ്രീകാര്യത്തെ സംബന്ധിച്ച് എനിക്ക് പ്രത്യേകിച്ച് അവിടുത്തെ ഭൂമിശാസ്ത്രം പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെയൊക്കെ ഒരുപാട് ശ്രീകാര്യത്ത് ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട്. ശ്രീകാര്യം ചെറുവയ്ക്കലാണ്. അവിടെ നിന്ന് ഇവിടെ ഒരുപാട് അതിഥികളെ പിടിക്കാൻ ഞാൻ വന്നിട്ടുണ്ട്. അതിലുപരി ഞാൻ മേശിരി പണിയായിരുന്ന സമയത്ത് ഈ പേരൂരൊക്കെ കെട്ടിട പണിക്കൊക്കെ ഞാൻ ഒരുപാട് വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. അന്നൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇത്രയും വീടുകളൊന്നുമില്ല. ഇവിടെ വില്ല ഒരുപാട് വീടുകളാണ്. ഇപ്പോൾ അത്രയും വീടുകളൊന്നുമില്ല. എൻ്റെ 10 വീടുകളിലും അന്ന് ഇല്ലായിരുന്നു. എന്തായാലും സമയം കളയുന്നില്ല. നമ്മൾ ആ വീട്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നോക്കാൻ നമുക്ക് നമ്മുടെ അതിഥിയെ കിട്ടുമെന്ന് വെച്ചാൽ ഒരുപാട് വലിയ മാളമാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഇറങ്ങി പോയെന്നാണ് പറയുന്നത്. എന്തായാലും ആ വീട്ടിൻ്റെ മുന്നായതുകൊണ്ട് കുഞ്ഞുങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല. ഇതെവിടെയാണ് കണ്ടെന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇത് കൃത്യമായിട്ടുണ്ടെന്ന് പറയാം? ഈ മാളത്തിലാണ് ഇത് അതുകൊണ്ട് കണക്റ്റഡാകുന്നില്ല. അല്ല, ഇതിനകത്ത് തന്നെ ഇറങ്ങി. ഇങ്ങോട്ടാണ് ഇറങ്ങി, അങ്ങോട്ടാണ് ഇറങ്ങിയത്. ഇങ്ങോട്ട് ഇതാവട്ട് ഇറങ്ങി ഇങ്ങോട്ട് നേരെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും. പക്ഷേ ഇത് കരിങ്കൽ കൊണ്ട് കെട്ടിയല്ലേ അടിയേറ്റം. ഒരുപാട് ആഴമുണ്ടോ? ഉണ്ടല്ലേ? അയ്യോ, അപ്പം ഇനി അങ്ങോട്ട് ഹോളുണ്ടാന്ന് അറിഞ്ഞൂടാ. പാറ എടുക്കോ? അടുക്കാണെങ്കിൽ ഹോൾ ഇട്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരുപാട് കളക്ഷൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അറിയാമല്ലോ, പറമ്പാണ്, സാധാരണക്കാർ താമസിച്ച സ്ഥലമാണ്. പിന്നെ പാറ അടുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ വന്ന് ഇരിക്കാം. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഭക്ഷണം തേടി വരാം. അങ്ങനെ വന്നത് ഈ മാളാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ ഇതാണ് ഈ മാളം പറയുന്നവർ. ഇത് മാളം എത്ര കണ്ട് ഉള്ളിലേക്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല. തൊട്ടടുത്താണ് പാറക്കെട്ടുള്ളത്. അപ്പോൾ അതിനകത്തേക്കാണ് പോകണമെങ്കിൽ പുള്ളി അറിയാമല്ലോ, പാറക്കെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 10-20 വർഷം മേശിരി പണി ചെയ്ത ആളാണ്. അപ്പോൾ ഒരുപാട് പാറ അടുക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ പാറക്കെട്ട് അടുക്ക് എങ്ങനെ അടുക്കിയാലും എത്ര ചാന്തിട്ട് കെട്ടിയാലും എലിക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ അതിനകത്തേക്ക് ഹോളുണ്ടാക്കി വെക്കും. അപ്പോൾ ഇത് എലി മാളമാണ്. അപ്പോൾ ഈ ഹോൾ ഇങ്ങനെ വന്നിട്ട് നേരെ മതിലിൻ്റെ സൈഡിലേക്കാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഈ പപ്പയൊക്കെ മുറിക്കാൻ വേണ്ടി 2-3 പണിക്കാരൻ കട്ടറായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പപ്പയൊക്കെ മുറിക്കാൻ 2-3 പണിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ആദ്യത്തെ ജോലി ആരംഭിക്കാം. അപ്പോൾ നമ്മൾ ആ മാളം ഹോൾ ഇതാണ്. പക്ഷെ അവർ പറഞ്ഞ കണക്കുള്ള ചെറിയ ഈ ഹോളല്ല. ആ ഹോൾ നേരെ പോകുന്നത് പാറക്കെട്ടിനകത്താണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതീക്ഷ എനിക്കില്ല. അപ്പോൾ നമുക്ക് ചേട്ടാ ഇതിങ്ങനെ മൺമട്ടി വലിയ പ്രതീക്ഷയില്ല. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ നമുക്കിത് മാറ്റി നോക്കിയിട്ട് പാറക്കെട്ടിനകത്ത് വേണമെങ്കിൽ വെള്ളം വല്ല പമ്പ് ചെയ്താലേ പറ്റുള്ളൂ മോട്ടറിൽ.
അപ്പോൾ നമ്മളിവിടെ നല്ല ഹോളാണ്, നല്ല ഇത് കോരിയിട്ട് ഫില്ല് ചെയ്ത്, അറിയില്ല വെള്ളക്കെട്ടുള്ള സ്ഥലമായിരുന്നു, അപ്പോൾ മണ്ണിട്ട് ഫില്ല് ചെയ്തതാണ് ഈ ഹോള്. അപ്പോൾ മിക്കവാറും ഇതൊരു നല്ല ഉള്ളിലേക്ക്, അപ്പോൾ നമുക്കിത് കോരിയിട്ട മണ്ണായതുകൊണ്ട് അടിയിലേക്ക് നല്ല ആഴത്തിലേക്ക് ആ ഹോള് പോകാം. പിന്നെ ഈ കെട്ടാണ്, ഈ കെട്ടിൻ്റെ ഇടയിലേക്ക് ഹോള് പോകാം. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല, നമുക്കൊന്ന് കുറച്ചൊന്ന് മാറ്റി നോക്കാം ഇത് എത്രത്തോളം അത് വിജയിക്കുമെന്നുള്ളതാണ്. നല്ല ഉള്ളിലേക്ക് ഹോളുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് അങ്ങ് അറ്റം വരെ പോകേണ്ടിരുന്നതാണ്, അങ്ങ് അറ്റം വരെ. ചേട്ടാ എന്തായാലും നമുക്ക് ഈ ഗ്ലാസ് മാറ്റാമോ? ആ ഗ്ലാസ് ബാക്കിലോട്ട് അങ്ങ് മാറ്റിക്കോളൂ. ഒരാളെ സഹോദരി ഒറ്റയ്ക്ക് പിടിക്കരുത്, ഗ്ലാസ് പൊട്ടിയില്ലായിരുന്നാലേ. അപ്പോൾ നമ്മളെന്തായാലും കുറേയൊക്കെ പയ്യന്മാരെ കൊണ്ട് മണ്ണൊക്കെ മാറ്റി, ചെറുപ്പക്കാരുടെ മണ്ണൊക്കെ മാറ്റിയത് കണ്ടില്ല, ഒരു അനക്കമില്ല, ഭയങ്കര ഹോളാണ് കാണുന്നത്. ഞാൻ ആദ്യം വന്നപ്പോഴേ പറഞ്ഞു ഈ പാറക്കെട്ടായതുകൊണ്ട് എനിക്ക് അത്ര ഒരു തൃപ്തിയില്ല. എന്നാലും പാറ നോക്കിയപ്പോൾ നെറ്റിയൊക്കെ നന്നായിട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിപ്പോൾ അടുത്ത അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാനുള്ള പരിപാടിയാണ്. അറിയാമല്ലോ നമ്മളെ പ്രേക്ഷകർ, നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് ഇങ്ങനെ പാമ്പിനെ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ എവിടെ നോക്കിയാലും വെള്ളം പമ്പ് ചെയ്ത് പാമ്പിനെ ഇറക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ വെള്ളം പമ്പ് ചെയ്യണം. ചേട്ടാ ഓൺ ചെയ്തോളാം പറ. ഇവിടെ ഹോളുണ്ട്, ഇവിടെ ഹോള്, ഭയങ്കര ഹോള്. ഇവിടെ വലിയ ഹോള്, മാവിൻ്റെ മുട്ടി. ഇവിടെ നമ്മളതാ ആടിപ്പോലെ ഇവിടെ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തല ഇവിടെ കണ്ടു. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നിൽക്കില്ല, മാറിക്കൊടുക്കണേ. ഇവിടെ
ദാ ഇവിടെ അടിപൊളി. മക്കളെ നിങ്ങൾ മാറിയില്ല അല്ലേ, ഇറങ്ങി വരുമ്പോൾ തിരിച്ചു പോടാ. അടിപൊളി. എൻ്റെ അമ്മോ, ഇത് എന്തൊരു സാധനം. ദാ പോണ് അടിപൊളി. തവളയോ? ഇതിപ്പോൾ മിക്കവാറും ടെയിലെ ഓടെല്ലാം കൂടെ ഇപ്പോൾ തള്ളിയിടും. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഓഫ് ചെയ്താൽ പറ, മോട്ടർ ഓഫ് ചെയ്താൽ പറ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കണ്ടത് വെറുതെ ആയില്ല. നമ്മളിവിടെ വെള്ളം പമ്പ് ചെയ്തു, നല്ല ഹോൾ. എന്നിട്ട് വെള്ളം തീർന്നില്ല, വെള്ളം നേരെ കെട്ടിനകത്തോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് അത് പുറത്തേക്ക് വന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നോക്കിയപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ കയറിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും അവർ പറഞ്ഞു ഈ കൈത്തണ്ടയുടെ കനം ഉണ്ടെന്നാണ്. അപ്പോൾ ഞാൻ സാധാരണ ഇതിൽ എവിടെയും പോകുമ്പോൾ ആൾക്കാർ ഇത്ര ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ കാണിച്ച് ചെറുത് കുറച്ചുകൂടെ ചെറുത് അവസാനം ഇത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതവർ പറഞ്ഞതൊക്കെ നല്ല സൈസുള്ള നല്ല ആരോഗ്യമുള്ളൊരു മൂർഖൻ. എന്തായാലും സത്യം പറഞ്ഞാൽ ഇത്രയും സൈസുള്ള മൂർഖനൊക്കെ എവിടെ ഇരിക്കുന്നു എന്നാണ് ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നത്. കാരണം ഇതൊക്കെ ഈ സാധാരണ സമയത്തൊന്നും കാണാറില്ല. ഇണചേരുന്ന സമയത്തൊക്കെയാണ് കൂടുതലും ഈ സൈസുള്ള മൂർഖനെ അതിലെ കാണുന്നത്. എന്തായാലും സന്തോഷം. പ്രിയപ്പെട്ട നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ ആളുണ്ടായിരുന്നു. ഇവിടുത്തെ മോള് ജോലിക്ക് വരികയായിരുന്നു. അപ്പോൾ അവർ അവിചാരിതമായിട്ടാണ് കണ്ടത് നന്നായി. പക്ഷേ എന്തായാലും നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ഇപ്പോൾ സാധാരണ 2-3 മണിക്കൂർ വെള്ളം ഒഴിച്ച് പമ്പ് ചെയ്ത് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഇത് ഇറങ്ങി വരുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ വെള്ളം കൊണ്ടുവന്ന് കറക്റ്റ് പൈപ്പ് ലൈൻ വേറെ വീട്ടിൽ തൊട്ടടുത്ത് ഒരു 3 വീടിൻ്റെ അപ്പുറത്ത് പൈപ്പ് കണക്ട് ചെയ്ത് വെള്ളം കൊണ്ട് ഒഴിക്കുന്ന സമയത്ത് തന്നെ പുറത്തേക്ക് ചാടി. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഇതിനകത്ത് ഇതിൻ്റെ അടുത്ത് ഈ ഗ്ലാസ്സിനകത്ത് വന്ന് കയറിയിട്ടുണ്ട്. എന്തായാലും അടിപൊളി, സൂപ്പർ. കാരണം എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് കിട്ടുന്ന യാത്ര അത്രയും കഷ്ടപ്പാടും കളയിലും മതിൽ വെളുപ്പമൊക്കെയാണ്. പക്ഷേ ഇത് നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ്റെ വീട്ടിൽ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി കൊച്ചനിയത്തി താമസിക്കുന്ന വീട്ടിൽ അദ്ദേഹം ജോലിക്ക് വരുന്ന സ്ഥലത്താണ് ഇത് ഈ സാധനത്തിനെ കാണുന്നത്. അവിടെ ഉള്ളവരാണ് കണ്ടത്. അപ്പോൾ എന്തായാലും ഇത് നല്ല ആരോഗ്യമുള്ള നല്ല എനിക്ക് തോന്നുന്നത് എന്താ പറയുക, കണ്ടു കഴിഞ്ഞാലൊരു കണ്ടാൽ ആൺ പാമ്പിൻ്റെ ഒരു കട്ടും, എന്നാൽ ആണല്ല, പെണ്ണാണ്. ഈ വർഷം എണ്ണ ചേർന്നിട്ടില്ലാത്ത അതിഥി. സാറിന് ഈ വർഷമാണെന്ന് അറിയാമല്ലോ, നല്ല ശരീരമൊക്കെ നല്ല ശോഷിപ്പായിരിക്കും, നല്ല ശരീര ക്ഷീണം ഉണ്ടാവും. ഇതൊന്നും ഏകദേശം 8-9 വയസ്സ്. ഞാൻ അതിൻ്റെ ഡേറ്റ് പുറത്തൊന്നും എഴുതിയിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഇനി 8-9 വയസ്സിന് പറയുമ്പോൾ ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ പ്രായം ആവർത്തിച്ച് എങ്ങനെ അറിയുന്നതെന്നൊക്കെ പറയും. പക്ഷേ അത് പാമ്പിനെ പിടിച്ച് ആത്മാർത്ഥമായിട്ട് ഒരുപാട് വർഷമായി ചിന്തിക്കുന്നവർക്ക് അത് അറിയാൻ പറ്റും. നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറയുക, മൂർഖനതി, സർപ്പം, നാഗ്, ഇങ്ങനെ വെള്ളച്ചെട്ടി മൂർഖൻ, ഇങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹം. അപ്പോൾ നമുക്കറിയാം ഇദ്ദേഹം ചവിട്ടിയാൽ മാത്രമേ ഇവിടെ ഇങ്ങനെ പത്തി വിടർത്തി എണീറ്റ് നിൽക്കുന്നത് ഒരിക്കലും നമ്മളെ കടിക്കാനല്ല, അത് പേടിച്ചിട്ടാണ്. എന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ കൂടെ ഇപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്നു, എൻ്റെ കറുത്ത പാൻസ് ആണെങ്കിലും എൻ്റെ കറുത്ത പാൻസ് ഇങ്ങനെ അനക്കുന്നുണ്ട്, ആ ഷാഡോ ഇങ്ങനെ വരുന്നുണ്ട്, അത് എണീറ്റ് നിൽക്കുന്നത്, അങ്ങനെ പേടിച്ചാണ്. ഇപ്പോൾ എന്നെ ആരെങ്കിലും ഒറ്റയ്ക്ക് എന്നെ കൊല്ലുമോ അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കുക എന്നുള്ള പേടിയാണ്. അല്ലാതെ ഒരിക്കലും നമ്മളെ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന അതിഥിയല്ല ഇദ്ദേഹം. അവിചാരിതമായിട്ട് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഒരു മൂർഖൻ പാമ്പ് പത്തി കൊടുത്ത് നിൽക്കണം കണ്ടാൽ ഒരിക്കലും ഭയപ്പെടാതിരിക്കുക. നിങ്ങൾക്ക് അവിടെ നിന്നത് വീക്ഷിക്കാം, അത് എങ്ങോട്ടാണ് പോയിക്കുക. സാധാരണ ഒരു പാമ്പിനെ കണ്ടാൽ എല്ലാവരും ഓടി 4 വഴിക്ക് പോകും. പക്ഷേ അതല്ല, നിങ്ങൾ ദൂരെ നിന്ന് വീക്ഷിക്കുക, അത് എങ്ങോട്ടാണ് പോകുന്നത്, ഏത് മാളത്തിലാണ് കയറുന്നത് എന്ന് നോക്കി വെച്ചാൽ നമുക്കത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും. കാരണം ആ മാളം നമുക്ക് പൊളിക്കാൻ പറ്റും. ഇതിപ്പോൾ അവർ നോക്കി ആ മാളത്തിൽ ഇറങ്ങുന്ന കണ്ട് വെളിയിലാണ് ഇരുന്നത്. പക്ഷേ അവരെങ്ങോട്ടും മാറിയില്ല. 2-3 ചെറുപ്പക്കാർ പയ്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർ നോക്കുന്നു, പിന്നെ വീട്ടുകാരുണ്ടായിരുന്നു, അയലോക്കാരൻ ഒരുപാട് പേരങ്ങ് കൂടി. എന്നാൽ ഇത്രയും വില്ലായൊക്കെ ഉള്ളതാണ്. എന്നിട്ട് അത്രയ്ക്കുള്ള ആളില്ല. എന്നാലൊരു 3-4 സാധാരണക്കാരുടെ വീട്ടിൽ താമസിക്കുന്നത്, അടുത്ത വീട്ടിൽ വിളിയാട്ടൽ ഓടി വരുന്ന വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഇതിനെ ശ്രദ്ധിച്ച് നോക്കി നിന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ ഇതുപോലൊരു അതിഥിയെ കാണുമ്പോൾ എങ്ങോട്ട് പോകുന്നു, ഇന്നൊരു പാമ്പുകൾക്ക് കാലില്ലാത്തതുകൊണ്ട് ഓടി വരാൻ ഒരിക്കലും കഴിയുകയില്ല. അത് എഴഞ്ഞ് മാത്രമേ ഉള്ളൂ. ആ എഴഞ്ഞു വരുന്ന സ്പീഡ് എന്തായാലും നമ്മുടെ മൂവ്മെൻറ്റ്സിൻ്റെ അത്രയും ഉണ്ടാവുകയില്ല. എഴഞ്ഞു വരുന്ന സ്പീഡ് ഒരിക്കലും നമ്മുടെ കൈയുടെയോ നമ്മുടെ കാലിൻ്റെയോ സ്പീഡ് ഒരിക്കലും ഉണ്ടാവുകയില്ല. അപ്പോൾ അത് ഓടി നമ്മൾ നടന്ന് നമുക്ക് മാറാമെന്നുള്ളതേ ഉള്ളൂ. ഒരു പാമ്പ് വന്നു അപ്പോൾ നമ്മൾ മാറി നിന്നത് എഴഞ്ഞു പോണ മാളം. അപ്പോൾ ഇതുപോലെ നോക്കുക, നല്ല ആരോഗ്യമുള്ള ഒരു അതിഥിയാണ്. നല്ല എന്താ പറയുക, ഇണ ചേർന്നിട്ടൊന്നും ഇല്ലാത്ത നല്ല ആരോഗ്യമുള്ള അതിഥി. നല്ല ഏകദേശം 5 അടിയിലേറെ നീളമുള്ള, ഏകദേശം
ഏകദേശം എനിക്ക് തോന്നുന്നത്, എൻ്റെ ഉദ്ദേശം, ഞാൻ ഈ ഇത്രയും പാമ്പിനെ പിടികൂടിയ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പറയുന്നത്, ഏകദേശം ഒരു 8-9 വയസ്സിനടുത്ത്, കൃത്യമായിട്ടുള്ള ഡേറ്റ ഒന്നും എഴുതി വയ്ക്കാൻ പറ്റില്ല, ഒരു 8-9 വയസ്സിനടുത്ത് പ്രായമുള്ളൊരു മൂർഖൻ അതിഥിയാണ്, സർപ്പമാണ്, നാഗമാണ്. പക്ഷേ എനിക്ക് തോന്നുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഇത് മറ്റേതെങ്കിലും ഇപ്പോൾ അടുത്തൊക്കെയുള്ള പറമ്പുകളിലൊക്കെ പാറ അടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ മതിൽ പാറ അടുക്കി വെക്കുന്നത്. ഇപ്പോൾ ഇതും ആ ചേട്ടൻ പറഞ്ഞ അടുക്കാണെന്ന്. പക്ഷേ അടുക്കാണെങ്കിൽ അടിയിലോട്ട് അത് മാളമില്ല, നേരെ മാവിൻ്റെ അടിയിലേക്കുള്ളൊരു മാളം നേരെ അടിയിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം അവിടെ ഇരുന്നത്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തെ കാണാം. ഇദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്നത് ഇതാ, അദ്ദേഹം പേടിച്ചിട്ട്, ഇതാ നോക്കുക, അദ്ദേഹം പേടിച്ചിട്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. മൂർഖൻ അതിഥിയെ നമ്മളെന്തായാലും ചാക്കിലാക്കുകയാണ്. ചേട്ടാ ചാക്കിങ് തരാൻ വേണ്ട, ചാക്കിലോട്ട് ഇങ്ങനെ ചാക്കിലോട്ട് ഇങ്ങനെ കയറ്റുകയാണ്. ഇതാ അത് എന്തായാലും നമുക്ക് സേഫായി, അടിപൊളി. നമുക്കൊരു അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട, കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് പിടികൂടിയ മൂർഖൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 2 പേരുടെ നന്ദി. നമസ്തേ.